ഇപ്പോഴാണ് നമുക്ക് ശരിക്കൊരു ആശ്വാസമായത്. ഇത് യൂസഫ് അലി സാറിനോട് കടപ്പാട് 14 ലക്ഷം രൂപയാണ് മന്ത്രി കൈമാറിയത്. ഹായ് സുഹൃത്തുക്കളെ, കുറച്ച് ദിവസം മുമ്പ് നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച് ഇന്നും നമ്മളെ മനസ്സിൽ നിന്നും ഒട്ടും വേദന പോവാത്തൊരു വാർത്ത തന്നെയായിരുന്നു കുവൈറ്റിലെ ഫ്ലാറ്റിലുണ്ടായിട്ടുള്ള തീപിടുത്തം. ഒരുപാട് ജീവനുകളാണ്, മലയാളികളടക്കമുള്ളവരുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. അതിലേറ്റവും വേദന എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു വാർത്ത തന്നെയായിരുന്നു ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ മരണം കേട്ടോ. പുള്ളിക്കാരൻ ഒരിക്കലും മരിക്കുന്നു വിചാരിച്ചില്ല. മലപ്പുറത്തുള്ള നമ്മളെ നൂഹ് കൂട്ടായി സ്വദേശിയാണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പോയി വിവരം അറിയാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ആ മരിച്ച ശേഷം അന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ആ കുടുംബത്തിന് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന്. വലിയ പ്രായമില്ലാത്ത കുറച്ച് കുട്ടികൾ, അതോടൊപ്പം തന്നെ വീടിൻ്റെ പണി തീരാതെ പുള്ളിക്കാരൻ എന്താ പറയുക കഷ്ടപ്പാട് കൊണ്ട് പുള്ളിക്കാരൻ പോയതാണ്. എല്ലാം പുള്ളിൻ്റെ തലയിലാണല്ലോ, ഒരു കുടുംബത്തിൻ്റെ നാഥനാണ് പോയത്. ഏറ്റവും വലിയ വേദനയാണ്. ഇപ്പോൾ MA യൂസഫ് അലി സാർ നല്ലൊരു സഹായം ആ കുടുംബത്തിന് നൽകുക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അത് നൂഹിന് പകരാവില്ല, നമുക്കറിയാം. സ്വന്തം മക്കൾക്ക് ഉപ്പ എന്നുള്ള രീതിയിൽ അതിന് പകരം നമുക്ക് വെക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഭാര്യയ്ക്ക് തന്നെ ഭർത്താവ്, അത് ഏറ്റവും വലുത് തന്നെയാണ്. പക്ഷേ ആ കുട്ടികളുടെ ഇനി മുന്നോട്ടുള്ള പഠനം, അവരുടെ ജീവിതം, അതിനൊക്കെ സാമ്പത്തികം അഭിവാജ്യ ഘടകമാണ്. നമുക്കറിയാലോ, ഒരു വീട് പോലും നൂഹിൻ്റെത് പണി തീരാത്തതാണ്. ഞാൻ ആ വീട്ടിൽ പോയ മനുഷ്യനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ആശ്വാസമായിട്ട് MA യൂസഫ് അലി സാറ്, നമുക്കറിയാം ഇത്ര ഒരു മനുഷ്യസ്നേഹി, പല കാര്യങ്ങളിലും പുള്ളിക്കാരൻ ചെയ്യുന്നത് എത്രയോ കാര്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരിക്കലും ജനങ്ങളോട് പറയാതെ തന്നെ ചെയ്യുന്നൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരനിപ്പോൾ 5 ലക്ഷം രൂപയാണ് ഈ ഒരു കുടുംബത്തിന് നൽകുന്നത്. അപ്പം അതിന്ന് കൈമാറി എന്നുള്ളതാണ് നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി V അബ്ദുറഹ്മാൻ സാറ്. MA യൂസഫ് അലി സാറിൻ്റെ 5 ലക്ഷം കൂടാതെ 2 പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ 2 ലക്ഷം രൂപ വീതം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 9 ലക്ഷം ആയോ. അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് 5 ലക്ഷം, അങ്ങനെ 14 ലക്ഷം രൂപയുടെ ചെക്കാണ് കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. കണ്ടപ്പോൾ ഒരു കണക്കിന് നമുക്കൊരു മനസ്സിനൊരു എന്താ പറയുക ഒരു സമാധാനം. കാരണം അതുകൊണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പിന്നെ അവരെ പേരിലാണ് കേട്ടോ അത് ബാങ്കിലിടുന്നത്. ഇനി അവർക്ക് പ്രായപൂർത്തിയായ ശേഷമാണ് അത് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. എന്തായാലും ആ കുടുംബത്തിന് ഒരു ആശ്വാസമാവട്ടെ. ആ മക്കളുടെ പഠനം, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടട്ടെ. അവരുടെ ജീവിതത്തിൽ എന്തായാലും നാഥൻ പോയി, ഏക ആശ്രയം തന്നെ ആയിരുന്നു. പിന്നെ ഈ നൂഹ് ശരിക്കും മരണപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. അന്ന് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നൂഹിൻ്റെ ഉള്ളിലുള്ള ഒരു മറ്റുള്ളവർ തീ പിടിച്ച് നിൽക്കുന്നൊരു സാഹചര്യം വന്നപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവസാനം കയറിപ്പോയൊരു മനുഷ്യനാണ്. അത് അവരങ്ങനെയാണ്. ഈ പ്രത്യേകിച്ച് ഈ നൂഹിൻ്റെ നാട്ടിലൊക്കെ നടന്ന കൂട്ടായിയാണ്, കടലോര മേഖലയാണ്. കടലോര മേഖലയിലുള്ള ആളുകളെ ഒരു രീതി നിങ്ങൾക്ക് അറിയാലോ, വളരെ സ്നേഹമുള്ള ആളുകളാണ്. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ അവരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സേവനം നമ്മൾ കണ്ടതാണ്. ഒരുപാട് ജീവനുകളാണ് അവർ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. നമുക്ക് പോലും വെള്ളം വരുന്നത് കാണുമ്പോൾ നെഞ്ചിടിപ്പോട് കൂടി നമ്മൾ നോക്കി കാണുമ്പോൾ ഇവർക്ക് അതൊന്നും ഒരു വിഷയമില്ല. അത്രത്തോളം ഒരു ആത്മധൈര്യമാണ് ഇവർക്ക്. ശരിക്കും കടലിലെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. നൂഹും ഒരു കാലത്ത് കടലിലെ ജോലി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ആ സഹോദരൻ മരണപ്പെട്ടെന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലും എന്താ പറയുക ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു മരണമായിപ്പോയി അത് ശരിക്കും, അല്ലേ? നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. എപ്പോഴും നമ്മളെ ഉള്ളിലൊരു വേദനയാണ്. ഞാനവിടെ പോയതാണ്, പുള്ളിക്കാരനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മരണപ്പെട്ട ശേഷം കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. അവിടുന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഖബറടക്കം നടക്കുന്ന പള്ളിയിലൊക്കെ പോയിട്ടാണെന്ന് ഞാൻ വന്നത്. അപ്പോൾ ഉള്ളിനുള്ളിലൊരു വിഷമം ഇത് തന്നെയായിരുന്നു. ഇനി ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഏതായാലും പോയി. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നൂഹിനെ കാണാൻ അന്ന് എന്താ ദൈവമേ, എത്ര ആളുകളാണെന്ന് അറിയാം. പല ഭാഗത്തുനിന്ന് ഒരുപാട് പേര് നൂഹിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ പറയാണ്ടക്കാൻ വയ്യ. അത്രയും നാടിന് ഒരു പ്രിയപ്പെട്ടവനായിരുന്നു നൂഹ് എന്നുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നൂഹിൻ്റെ സുഹൃത്തൊക്കെ പറയുന്നത് കേട്ടിട്ട് ഏറ്റവും സങ്കടമായിട്ടുണ്ടായിരുന്നു. ഞാനത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ ഇതിൽ ഏറ്റവും അഭിമാനം തോന്നി MA യൂസഫ് അലി സാറ്, 2 പ്രമുഖർ, അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റൊക്കെ ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചതിന്. ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. ഈ നന്മ നിറഞ്ഞൊരു പ്രവൃത്തി MA യൂസഫ് അലി സാറിൽ നിന്നും ഉണ്ടായി. അത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടോ. മന്ത്രിയും അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കുഞ്ഞു മോളുടെ കയ്യിലേക്ക് ആ ചെക്ക് കൊടുത്തു. എന്തായാലും അത് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്നുള്ളതാണ്. ഇപ്പോഴാണ് നമുക്ക് ശരിക്കൊരു ആശ്വാസമായത്. ഇത് യൂസഫ് അലി സാറിനോട് കടപ്പാട്, കേരള ഗവൺമെൻറ്റിനോട് കടപ്പാട്, അതോടൊപ്പം തന്നെ
2 ലക്ഷം രൂപ വീതം കൊടുത്ത ആ പ്രിയപ്പെട്ട മലയാളികളായിട്ടുള്ള വലിയ മനുഷ്യസ്നേഹികളോട് വലിയ കടപ്പാട്. കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ ചേർത്തപ്പെടുത്തം തന്നെയാണ് ഇത്രയും ഘട്ടത്തിന് വേണ്ടത്. അപ്പോൾ പൈസ ഉള്ള ആളുകളാവുമ്പോൾ ചിലരൊക്കെ അതിനെന്താ പറയുക, സേവ് ചെയ്ത് ഇങ്ങനെ അട്ടിക്ക് വെക്കുന്ന കാലത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും 1% പാവങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സ് യൂസുഫ് അലി സാറൊക്കെ കാണിക്കുന്നത് വലിയ നന്മ തന്നെയാണ്. പറയാണ്ടേക്കാൻ വയ്യ. യൂസുഫ് അലി സാറൊക്കെ ചെയ്ത ഒത്തിരി നന്മകളുണ്ട് അല്ലേ. അപ്പോൾ ഏതായാലും നൂഹിൻ്റെ കുടുംബത്തിന് നൂഹ് പോയതിൻ്റെ ഷോക്ക് ഇപ്പോഴും വിട്ടിട്ടുണ്ടാവില്ല എന്നറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ദൈവം വിചാരിക്കുന്നത് നടക്കുള്ളൂ. ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് ചൊല്ലി. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ സംസാരിച്ചിരിക്കുന്നു, നാളെ നമ്മളെ കാണുമെന്ന് പോലും എന്താ പറയുക, അത്രത്തോളം ഉറപ്പില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിന് നമ്മൾ അഹങ്കരിക്കുന്നു? ഇത്രേ ഉള്ളൂ മനുഷ്യ ജന്മം, ജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും നൂഹിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരെയാണ്. എല്ലാം കൊണ്ടും വിശാലമാക്കട്ടെ കബറിടമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം യൂസുഫ് അലി സാർ ഇങ്ങനെ പൈസ കൊടുത്തത് കണ്ടപ്പോൾ മനസ്സിനെന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ അന്ന് ആ വീട്ടിൽ പോയി കുറേ കാര്യങ്ങളോട് പറഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ മനസ്സിൽ ആ ഒരു വേദന നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടും മറ്റുള്ള മുന്നോട്ടുള്ള എന്താവും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വേവലാതികളെ എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആശ്വാസമായിട്ട് 14 ലക്ഷം രൂപ ഇപ്പോൾ ആ കുടുംബത്തിന് കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ആശ്വസിക്കുക നമ്മൾ. ഇനി ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ പ്രാർത്ഥന അല്ലേ. ഓരോന്ന് കാണുമ്പോൾ എന്ത് പറയാനാണ്, സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം.